നമസ്കാരം. ഡെയിലി ന്യൂസ് ലൈവ്.in സ്വാഗതം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. KSFEയുടെ ചിട്ടി ഇടപാടുകളെക്കുറിച്ച്, ചിട്ടി രംഗത്തെ മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. KSFE കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ബാങ്കിനോളം, ഒരു വലിയ വാണിജ്യ ബാങ്കിനോളം ഇടപാടുകാരും അത്രത്തോളം തന്നെ ടേൺ ഓവറുമുള്ള ഒരു ബിസിനസ് ലെവലിലേക്ക് വളർന്നു വന്നിരിക്കുകയാണ്. എന്താണ് ഈ വളർച്ചയുടെ പിറകിലുള്ള രഹസ്യം? ഇപ്പോൾ ഏതാണ്ട് എത്രത്തോളം ടേൺ ഓവർ ഉണ്ട്? KSFEയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു പരമ്പരാഗത സമ്പാദ്യ ഉൽപ്പന്നമായിട്ടുള്ള ചിട്ടി എന്നുള്ള ഒരു സേവന വ്യവസ്ഥിതിയെ വളരെ മികച്ച നിലയിൽ കേരള സമൂഹത്തിന് ഒരുക്കി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ മറ്റ് സാധാരണ സമ്പാദ്യ ഇനങ്ങൾ, ഡെപ്പോസിറ്റുകൾ, അതുപോലെ തന്നെ പണത്തിന് ആവശ്യമുള്ളവർക്ക് വായ്പ, ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ച് ഒരുക്കി അവതരിപ്പിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഏത് സമയത്തും KSFEയെ ആശ്രയിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സമ്പാദ്യ ഉൽപ്പന്നങ്ങൾ, അതുപോലെ മറ്റ് സാമ്പത്തിക സേവനങ്ങൾ, ഇവയൊക്കെ തന്നെ ലഭ്യമാകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇടപാടുകാർ വലിയ പിന്തുണ കഴിഞ്ഞ 5.5 പതിറ്റാണ്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ വിറ്റുവരവ് അടിക്കടി ക്രമാനുഗതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 94,500 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് അല്ലെങ്കിൽ ആകെ ബിസിനസ്സാണ് KSFEക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിട്ടുള്ളത്. ഈ വരുന്ന സാമ്പത്തിക വർഷം ഏതാണ്ട് പകുതിയാകുമ്പോൾ തന്നെ ഇത് 1 ലക്ഷം കോടി രൂപ എന്ന ഒരു സ്വപ്നസമാനമായ നേട്ടത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സായിട്ടുള്ള ചിട്ടി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ മൂല്യവർദ്ധിതമായൊക്കെ തന്നെ KSFE അനുദിനം KSFE രംഗത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതുമൂലം എല്ലാ വിഭാഗം ആൾക്കാർക്കും, അതിപ്പോൾ ചെറിയ നിലയിൽ സമ്പാദിക്കുന്നവരാകട്ടെ, ചെറുകിട സംരംഭകർക്ക് പെട്ടെന്ന് പണം ആവശ്യമാകും, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങൾ, അത് ചെറിയ ചിട്ടികൾ, ഡിവിഷൻ ചിട്ടികൾ, അതുകൂടാതെ വലിയ ചിട്ടികൾ, ചെറുകിട സംരംഭകർക്ക് തന്നെ അതാവശ്യമായിട്ട് വരും. ഇതൊക്കെ തന്നെ ലഭ്യമാവുകയാണ്. ദീർഘകാല ചിട്ടികളിൽ നല്ല വരുമാനം, ആദായം ഒക്കെ തന്നെ ഇടപാടുകാർക്ക്, പ്രത്യേകിച്ച് സമ്പാദ്യം എന്നുള്ള നിലയിൽ ചിട്ടിയെ കാണുന്നവർക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഹ്രസ്വകാല ചിട്ടികൾ പെട്ടെന്ന് തന്നെ പണം ലഭ്യമാകും, വലിയ തുക കിട്ടും എന്നുള്ളതുകൊണ്ട് സംരംഭകർക്കും വ്യവസായികൾക്കും ഒക്കെ തന്നെ നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിട്ടിയുടെ ഇനങ്ങൾ ഞങ്ങൾ വേണ്ട വിധത്തിൽ ചേരുവ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഒരു പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ആകെ ലഭ്യമാകുന്നത്. ഇതാണ് ഞങ്ങളുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുമാത്രവുമല്ല, അടുത്തിടെയായിട്ട് ഞങ്ങൾ സാങ്കേതിക വിദ്യ കൂടുതലായിട്ട് പ്രയോഗത്തിൽ വരുത്തുന്നുണ്ട്. നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയിലൂടെ തന്നെ നല്ല നിലയിൽ ബിസിനസ് രംഗത്തെ ഉണർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ എത്തിയിരിക്കുന്നു, ഏജൻസ് ആപ്ലിക്കേഷൻ. അതുകൂടാതെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാധ്യത, ചിട്ടി പണമടയ്ക്കുന്നതിന്, ലോണിൽ പണമടയ്ക്കുന്നതിന്, ചിട്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുന്നതിന്, മനസ്സിലാക്കുന്നതിന്. അതുകൂടാതെ ഇപ്പോൾ ഗോൾഡ് OD എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് പണം പിൻവലിക്കുന്നതിന്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ സാങ്കേതിക വിദ്യയെ കൂടി കോർത്തിണക്കിക്കൊണ്ട് നടപ്പാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ നിലയിൽ സ്വീകാര്യത ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഓരോ സമയത്തുമുള്ള വിപണി വ്യവസ്ഥ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ട് അത് എങ്ങനെയാണ് ഇടപാടുകാർക്ക് അനുയോജ്യമാക്കുക എന്നുള്ള നിലയിലും ഞങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പലിശ നിരക്ക് കൂടുന്ന ഒരു ഘട്ടങ്ങളിൽ ചിട്ടിക്ക് കൂടി പ്രാധാന്യം ഉണ്ടാകണം എന്നുള്ള നിലയിൽ നല്ല നിലയിലുള്ള ആദായം കിട്ടുന്ന ചിട്ടികളെ കൊണ്ടുവരുന്നു. പലിശ നിരക്ക് ഉയർന്നു നിൽക്കുമ്പോൾ നിക്ഷേപങ്ങൾക്ക് നല്ല പലിശ നിരക്ക് കൊടുക്കുന്നു. എന്നാൽ വായ്പയ്ക്ക് മിതമായ പലിശ നിരക്ക് മാത്രമാണ് ആ ഘട്ടങ്ങളിൽ ചുമത്തുക. ഇതൊക്കെ വരുമ്പോൾ ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് KSFE എന്ന് കേരള സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്. ഇതാണ് ഞങ്ങളുടെ വളർച്ചയുടെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. നല്ല നിലയിൽ ജീവനക്കാരുടെ ഇടപെടൽ, അതുപോലെ തന്നെ അത് ബ്രാഞ്ചിൽ ശാഖകളിൽ എത്തുന്നവർക്കാകട്ടെ, അല്ലെങ്കിൽ വീട്ടുപടിക്കൽ തന്നെ സേവനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലാകട്ടെ, ജീവനക്കാരുടെ ഒരു കൂട്ടായ്മ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും KSFEയുടെ ജീവനക്കാരെ സാമ്പത്തിക രംഗത്ത് അവരുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലയിലും പൊതുസമൂഹം കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ തീർച്ചയായിട്ടും വലിയ
നിലയിൽ KSFE വലിയ ഒരു ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെയാണ് KSFEയുടെ ആനുകാലിക പ്രസക്തിയുടെ കാരണം എന്ന് നമുക്ക് വിലയിരുത്താം. വലിയൊരു ബാങ്കിനോളം ബിസിനസ് ഉള്ള, അതായത് 1 ലക്ഷം കോടിയിലേക്ക് ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു KSFE. ഈ KSFEയുടെ ചിട്ടികൾ എന്ന് പറയുന്നത് എത്രത്തോളം അതിൻ്റെ വോളിയം എങ്ങനെയാണ്? അതായത് എത്ര രൂപ മുതൽ എത്ര രൂപ വരെയുള്ള ചിട്ടികൾ നമുക്കുണ്ട്? അതിൽ ഏറ്റവും ഹിറ്റായ ചിട്ടികൾ, പ്രവാസി ചിട്ടികളൊക്കെ പറഞ്ഞ് ഒരുപാട് ഹിറ്റായിട്ടുള്ള ചിട്ടിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഹിറ്റായിട്ടുള്ള ചിട്ടി ഏതാണ്? ഏത് റേഞ്ച്, എത്ര റേഞ്ച് മുതൽ എത്ര റേഞ്ച് വരെ? പ്രവാസി ചിട്ടികൾ തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വലിയ ഒരു സഹായമാണ്. കാര്യം അവിടെ അവരുടെ ഏത് സ്ഥലത്താണോ ഏത് രാജ്യത്തിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അവർക്ക് ചിട്ടിയിൽ ചേരുകയും പണമടയ്ക്കുകയും ഓപ്ഷനിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. പൂർണ്ണമായിട്ടും അത് ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് അത് വലിയ ഒരു സ്വീകാര്യത തന്നെയാണ്. എന്താ പറയുന്ന വലിയ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വലിയ നിലയിൽ ഒരു സ്വീകാര്യതയും ഇമ്പാക്റ്റും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തന്നെയാണ്. ഇതുകൂടാതെ അടുത്തിടെ ഞങ്ങൾ ഡിവിഷൻ ചിട്ടികൾ നല്ല സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ സമയം തന്നെ നറുക്കിലൂടെ പൂർണ്ണമായിട്ടുള്ള തുക ഒരാൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും, അതിന് എത്ര ഡിവിഷൻ ഉണ്ടോ അത്രയും പേർക്ക് ഓരോ മാസവും വിളിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ചിട്ടിപ്പണം വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവിൽ ഒരാൾക്ക് പൂർണ്ണമായും കിട്ടുന്ന നിലയിലുള്ള ഒരു സാധ്യത ഒരുങ്ങിയിരിക്കുന്ന ചിട്ടി എന്നുള്ള നിലയിൽ ഡിവിഷൻ ചിട്ടികൾക്ക് നല്ല സ്വീകാര്യത ലഭ്യമാകുന്നുണ്ട്. പിന്നെ സ്വീകാര്യതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഓരോ വിഭാഗങ്ങളും ഇതിനെ ചേരുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ കൂടുതൽ പിന്നെ സാലറീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശമ്പളം എടുക്കുന്ന ജീവനക്കാരുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സമ്പാദ്യം എന്നുള്ള നിലയിലായിരിക്കും കാണുക. അവർ ദീർഘകാല ചിട്ടികളിലായിരിക്കും അവർക്ക് ഗുണം ചെയ്യുക. പെട്ടെന്ന് കിട്ടേണ്ട, നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുകിട സംരംഭകർക്കൊക്കെ തന്നെ ഹ്രസ്വകാല ചിട്ടികളായിരിക്കും. അപ്പോൾ ഈ ചിട്ടികളെല്ലാം തന്നെ അതാത് വിഭാഗങ്ങൾക്ക് അനുഗുണമായി മാറുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ ഒക്കെ തന്നെ ആ സെഗ്മെൻറ്റിൽ ഇത് നല്ല ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എങ്കിലും പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഡിവിഷൻ ചിട്ടികളും അതുപോലെ തന്നെ പ്രവാസി ചിട്ടികളും വലിയ സ്വീകാര്യതയും ഇമ്പാക്റ്റും സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് കാണാവുന്നത്. വലിയൊരു സമ്പാദ്യ ശൈലി, സമ്പാദ്യ സംസ്കാരമാണ് ഈ KSFE ജനങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ സമ്പാദിക്കാം, ആവശ്യമുള്ളപ്പോൾ വായ്പ എടുക്കാം. അത് ഒരുപക്ഷെ ബ്ലേഡ് കമ്പനികൾ എന്നറിയപ്പെടുന്ന വലിയ കൊള്ളപ്പലിശയ്ക്ക് കടമ കൊടുക്കുന്ന ആളുകളിൽ നിന്ന്, അത്തരം ബ്ലേഡ് കമ്പനികളിൽ നിന്ന് ജനങ്ങൾക്കുള്ള രക്ഷ എന്നുള്ള ഒരു രക്ഷാകവചം കൂടിയായിട്ടാണ് ഈ KSFE പ്രവർത്തിക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഈ KSFEയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഒരുപക്ഷെ വിശ്വാസ്യത, സർക്കാരിൻ്റെ സ്ഥാപനമാണെന്നുള്ള വിശ്വാസ്യത, അതുപോലെ തന്നെ അമിതമായ കമ്മീഷൻ KSFE എടുക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസ്യത, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, ഇതിൻ്റെ ലേലത്തിൽ നിന്നുമൊക്കെ കിട്ടുന്ന ഡിസ്കൗണ്ട് ഇതിൻ്റെ വരിക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് സാർ ഒന്ന് പറയാം? അല്ല, ഈ ചിട്ടിയുടേതായ ഒരു പ്രത്യേകതകൾ തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. നല്ല നിലയിൽ ഡിവിഡൻഡ് കിട്ടുന്നു, അതുപോലെ തന്നെ ചിട്ടിപ്പണം കൃത്യമായി തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും, ചിട്ടി നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ചിട്ടിപ്പണം വേണ്ട വിധം കൊടുക്കണം കഴിയണമെന്നില്ല. പലപ്പോഴും ചിട്ടി വ്യവസായത്തിൽ ഉള്ള സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ പോരായികയായിട്ടും അതിൻ്റെ ഫെയിലുവർ ഒക്കെ ആയിട്ട് പരാജയമായിട്ടൊക്കെ തന്നെ വിലയിരുത്തപ്പെടുന്നത് അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ആ ഒരു പ്രശ്നമില്ല. കാരണം വലിയ നിലയിലാണ് KSFEയുടെ ടേൺ ഓവർ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ചിട്ടികൾ വരുന്നു. കേരളത്തിൻ്റെ തന്നെ ഒരു പൊതുസ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പണചംക്രമണമുണ്ടല്ലോ, മണി സർക്കുലേഷനെ തന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് KSFE ചിട്ടികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പണം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ അത് ചിട്ടിപ്പണം കൃത്യമായിട്ട് കൊടുക്കുന്നതിനോ ഒരു സമയത്തും KSFEക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടില്ല എന്നുള്ളത് മറ്റ് സ്ഥാപനങ്ങളുടെ ചിട്ടികളെക്കാൾ KSFEയുടെ ചിട്ടികളെ വ്യത്യസ്തത പുലർത്തുന്നു. ഇതൊന്നും കൂടാതെ ഒരു തരത്തിലുള്ള ചാർജുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിയമാനുസൃതമായിട്ടുള്ള ഫോർമൻ കമ്മീഷൻ, അതിന് പുറത്തുള്ള ചെറിയൊരു GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇതിൽ നിന്ന് കിഴിച്ചെടുക്കാറുള്ളത്. മറ്റുള്ള ഒരു തരത്തിലും പിന്നെ ഇവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാറില്ല. മതിയായ ജാമ്യം കിട്ടുന്ന മുറയ്ക്ക് തന്നെ ഇത് റിലീസ് ചെയ്യുന്നു. ജാമ്യവസ്തുക്കളൊക്കെ തന്നെ വളരെ സുതാര്യമാണ്. ഒട്ടനവധി ജാമ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ചിട്ടിയിൽ ചേരുന്നതിനും ചിട്ടിപ്പണം കിട്ടുമ്പോൾ അവർക്ക് ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് തുടർന്നും പ്രവർത്തിക്കുന്നതിനും ഒക്കെ തന്നെ പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണ്, അവരെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ് KSFE ചിട്ടികൾ. മറ്റ് ചിട്ടി വ്യവസായത്തിൽ അനന്യമായിട്ടുള്ളൊരു സ്ഥാനം കൈയടക്കുന്നതിനുള്ള കാര്യവും ഇതൊക്കെ തന്നെയാണ്. KSFEയുടെ
ഓരോ സീസണും ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ സീസൺ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ സീസണിലും ഇടപാടുകാർക്ക് KSFE ചിട്ടികളുടെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും എത്തിക്കുക, അത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ പ്രചാരണ ഉപാധികൾ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഏജൻറ്റുമാരും ബിസിനസ് പ്രൊമോട്ടർമാരും അതുപോലെ ഞങ്ങളുടെ ജീവനക്കാരും ഉൾപ്പെടെ ഇടപാടുകാരുമായി നേരിട്ട് ആശയവിനിമയം നടത്താറുണ്ട്. ഇതുവഴി ഏതൊക്കെയാണ് അനുയോജ്യമായ ചിട്ടികൾ അവർക്ക്, എന്തൊക്കെയാണ് പൊതുവെ ചിട്ടികളുടെ പ്രത്യേകതകൾ, ഇതിനെക്കുറിച്ചുള്ള നേരിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ അവർക്ക് ലഭ്യമാവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ സ്കീം ചിട്ടികൾ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സമ്മാന പദ്ധതികൾ കൊണ്ടുവരിക, അതൊക്കെ ഞങ്ങളുടെ ഒരു കിട്ടുന്ന ലാഭത്തെ ഇടപാടുകാരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് ഉതകും എന്നുള്ളതിനേക്കാൾ പ്രധാനം ഈ ചിട്ടിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകുകയും ചിട്ടിയിൽ ചേരുന്നതിന് ഒരു പ്രോത്സാഹനം ലഭിക്കുകയും ഒരു ഉത്തേജനം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഈ സാമ്പത്തിക വർഷം ഹാർമണി ചിട്ടികൾ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടം ഈ ജൂൺ മാസം അവസാനിക്കുകയാണ്. ഏപ്രിൽ 1-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സമ്മാന പദ്ധതികളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബമ്പർ സമ്മാനമായിട്ട് ചില വിദേശയാത്ര, സിംഗപ്പൂർ യാത്രയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊന്നും കൂടാതെ നല്ല നിലയിൽ നറുക്കെടുപ്പിലൂടെ ചിട്ടിയിൽ ചേരുന്ന 5 പേരിൽ ഒരാൾക്ക് ഒരു ഫ്യൂൽ കാർഡ് 1500 രൂപ വിലമതിക്കുന്ന ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഔട്ട്ലെറ്റുകളിൽ നിന്നും അവരുടേതായ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. പെട്രോൾ അടിക്കാം, ഡീസൽ അടിക്കാം, മറ്റ്. അപ്പോൾ ഈ 1500 രൂപയുടെ, അപ്പോൾ ഇത് 5-1 പേർക്കൊരു സമ്മാനം ലഭ്യമാക്കുന്നു. ഈ നിലയിൽ വിപണിയെ ഉത്തേജിപ്പിക്കുന്നതിനും ചിട്ടിയെക്കുറിച്ച് വ്യക്തമായ ധാരണ എത്തിക്കുന്നതിനും സ്കീം ചിട്ടികളുടെ പ്രത്യേകത പുറത്തു കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്.